കോഴിക്കോട് റീഗൽ സിനിമാസിൽ കേരള സ്റ്റോറി 2 പ്രദർശനം റദ്ദാക്കി. സിനിമ കാണാൻ പ്രേക്ഷകർ ഇല്ലാതിരുന്നതിനെ തുടർന്നാണ് പ്രദർശനം റദ്ദാക്കിയത്. സിനിമയ്ക്ക് 2 പേർ മാത്രമാണ് ബുക്ക് ചെയ്തിരുന്നത്. വിവരങ്ങളുമായി അനീസ്ലി ചേരുന്നു. അനീസ്ലി, ഈ സിനിമ കാണാൻ തീരെ ആളില്ല എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവോടുകൂടി ഇന്ന് രാത്രി 10 മണിയോടുകൂടി സിനിമ പ്രദർശിപ്പിക്കാമെന്നാണ് തിയേറ്ററുകൾ തീരുമാനിച്ചിരുന്നത്. റീഗൽ തിയേറ്ററിൽ ഇന്ന് രാത്രി 10 മണിയോടെ ഷോ പ്രദർശിപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ കാണികൾ ഇത് കാണാൻ എത്തിയില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 2 പേർ മാത്രമാണ് ഈ തിയേറ്ററിൽ ഇത് ബുക്ക് ചെയ്തിരുന്നത്. അതേ തുടർന്ന് ഷോ റദ്ദാക്കുകയായിരുന്നു. എന്തായാലും സിനിമ നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു. കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്ന എന്ന തരത്തിൽ വലിയ വിവാദമായിരുന്നു. പ്രൊപ്പഗണ്ട സിനിമ എന്ന അർത്ഥത്തിൽ ഏറെ വിവാദമുണ്ടായിരുന്ന സിനിമക്കെതിരെ നേരത്തെ കോടതിയിൽ പോയിരുന്നു. അതേ തുടർന്ന് സിംഗിൾ ബെഞ്ച് ഈ സിനിമക്ക് പ്രദർശനാനുമതി നിഷേധിക്കുകയും 15 ദിവസത്തേക്ക് സ്റ്റേ അനുവദിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ അപ്പീൽ പോവുകയായിരുന്നു അണിയറ പ്രവർത്തകർ. ഇതിനെ തുടർന്ന് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടലുണ്ടായി. നിർമ്മാതാക്കൾ നൽകിയ അപ്പീലിനെ തുടർന്ന് 4 മണിയോടുകൂടി ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ സ്റ്റേ നീക്കുകയും പ്രദർശിപ്പിക്കാം എന്ന് ഉത്തരവിടുകയും ചെയ്തു. ഇതേ തുടർന്നാണ് തിയേറ്റർ ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. രാത്രി 10 മണിയോടുകൂടി ഇത് ഷോ ഉണ്ട് എന്നറിഞ്ഞിട്ടും ആരും ഈ പ്രദർശനത്തിൽ എത്തിയില്ല എന്നതിനെ തുടർന്നാണ് വലിയ ഭീമമായ നഷ്ടമുണ്ടാകും എന്ന് കണ്ടതിനെ തുടർന്നാണ് തിയേറ്ററുകൾ ഇപ്പോൾ ആ സിനിമ പ്രദർശനം റദ്ദാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടാകുമോ എന്ന തരത്തിൽ പോലീസ് ആവശ്യമായ സുരക്ഷയൊക്കെ ഒരുക്കിയിരുന്നെങ്കിൽ പോലും ഒരാളും സിനിമ കാണാൻ എത്തിയില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതോടെ ഈ കേരളം സിനിമ തള്ളിക്കളഞ്ഞു എന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് ഇത് പുറത്തു വരുന്നത്. എന്തായാലും എല്ലാ അർത്ഥത്തിലുള്ള അനുമതിയും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഈ സിനിമ പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കം എല്ലാം പൂർത്തിയാക്കിയിരുന്നെങ്കിൽ പോലും തിയേറ്ററിൽ കാണികൾ എത്താത്തതിനെ തുടർന്ന് സിനിമ റദ്ദാക്കുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും കേരളം ഈ സിനിമ തള്ളിക്കളയുന്നു എന്നതിന്റെ സൂചനയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്.